എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഓണസദ്യയിലെ കുറച്ച് വിഭവങ്ങളാണ് കേട്ടോ ഞാനിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ പരിപ്പ് പായസവും. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് 6 തരം കറികൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് രസം, പുളിയിഞ്ചി, ഓലൻ, കൂട്ടുകറി, പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് പുളിയിഞ്ചിയിൽ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 50 ഗ്രാം ഇഞ്ചി ചോപ്പറിൽ നന്നായിട്ട് കൊത്തി എരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കായമാണ് കേട്ടോ ചേർക്കുന്നത്. പൊടിയാണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് വറുത്ത ഉലുവ പൊടിച്ചതാണ് കേട്ടോ, അതുകൊണ്ട് ചേർത്തെടുക്കാം. കുറച്ചുകൂടി ഉപ്പിൻ്റെ പോരായ്കയുണ്ട്, അതുകൊണ്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 100 ഗ്രാം ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയതാണ് കേട്ടോ, അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കടുക് കാച്ചി വയ്ക്കാം. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ സെറ്റ്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. ഒരു 2 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ഇതുപോലെ ഒന്ന് കൊത്തിയരിഞ്ഞതാണ്, അതോട് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ എത്ര വെന്താലും ഇതേ രീതിയിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേകട്ടെ. ഇനി ഇതിലേക്ക് ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1 കപ്പോളം നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ, നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറം പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഏത്തപ്പഴം, അത് നന്നായിട്ട് പഴുത്തതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാവണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് തന്നെ ഇതും ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിളൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 2 വലിയ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം ഉള്ള പൈനാപ്പിൾ ആണെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഒന്ന് വെള്ളമാവും കേട്ടോ. അപ്പോൾ ഇനി അതൊന്നും കൂടി ഒന്ന് വറ്റി വരണം. അപ്പോൾ പൈനാപ്പിളും ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേര കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ ചേർത്തത് 1 ടീസ്പൂണോളം കടുക് പൊടിച്ചതാണ് കേട്ടോ. കടുക് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ, അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പൈനാപ്പിൾ പച്ചടിക്ക്. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം. ഒരല്പം നെയ്യും വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ചിട്ട് കൊല്ലമുളകും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ താളിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ സെറ്റ്. ഇനി അടുത്തത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. ഒരു ചട്ടിയിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസ് ബീട്രൂട്ട് ചോപ്പറിലൊന്ന് കൊത്തിയരിഞ്ഞതാണ്. ഒരല്പം വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിന് ഒട്ടും കളറില്ലാത്തതുകൊണ്ട് കുറച്ച് കളർ കുറവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, കുറച്ച് വെള്ളം, ചെറിയ പീസ് ഇഞ്ചി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെന്ത ബീട്രൂട്ടിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് പുളിയുള്ള തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മിക്സിയിൽ അരയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ, കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് തീ അണച്ച് വെച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് കാച്ചി ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിയതിന് ശേഷം കൊല്ലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ സെറ്റ്. അടുത്തത് തയ്യാറാക്കുന്നത് ഓലനാണ് കേട്ടോ. അപ്പോൾ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 3-4 വിസിലടുപ്പിച്ചെടുക്കാം. വെന്ത് വന്നതിന് ശേഷം ഇതുപോലെ ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം കുമ്പളങ്ങ ഇതുപോലെ അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങയും പയറൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നല്ല കട്ടിപ്പാലാണ് കേട്ടോ. ആദ്യത്തെ പാല് മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ തലേന്ന് വരേണ്ട ആവശ്യമില്ല. ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മുടെ ചട്ടിക്കലത്തിൽ തന്നെ ഒരു ചൂടുണ്ടല്ലോ, അപ്പോൾ അത് മതി. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചേക്കാം നമുക്കിത്. അപ്പോൾ നമ്മുടെ ഓലനും സെറ്റ്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, 1/4 കപ്പ് കടല. അപ്പോൾ അത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 വിസിലടുപ്പിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്കൊരു മസാലക്കൂട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചെടുക്കാം. ഒരല്പം നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളകും കുറച്ച് വറ്റൽമുളകും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് വയ്ക്കാം. എന്നിട്ട് മിക്സിയുടെ ബൗളിൽ ഇട്ടൊന്ന് പൊടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു കടായി വെച്ചെടുക്കുക. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അത് പൊട്ടിയതിന് ശേഷം ഒരു 1/4 കപ്പ് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ചേർത്തത് ജീരകമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് വറുത്തെടുത്ത് വയ്ക്കാം. തേങ്ങ വറുക്കുന്നതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, ഇതുപോലെ നല്ല പോലെ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പം ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ കടായിലേക്ക് നമ്മൾ 5 തരം പച്ചക്കറിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചേന, കായ, ക്യാരറ്റ്, പിന്നെ ചെറിയ പീസ് മത്തങ്ങ, പടവലങ്ങ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു ചെറിയ പീസ് ശർക്കര. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഗ്രീൻ പീസും കൂടി ഇതിൽ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലിപ്പോൾ ചേർത്തത് കടുകും വറ്റൽമുളകും കൂടി നെയ്യിൽ വറുത്തതുണ്ടല്ലോ, അത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ തേങ്ങ വറുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ വറുത്തപ്പോൾ ഞാനതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ഈ കൂട്ടുകറിക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ സെറ്റാണ്. ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് രസമാണ് കേട്ടോ, തക്കാളി രസം. അപ്പോൾ കുക്കറിലേക്ക് ഒരു 2 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 3-4 വിസിൽ ഇതൊന്ന് അടുപ്പിച്ചെടുക്കാം. എന്നിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് ഒന്ന് സ്മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒന്നുകൂടി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരണം. പൊട്ടിയതിന് ശേഷം ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ 3-4 പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ, അതുകൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേർക്കുന്നത് കുരുമുളകും ഉലുവയുണ്ടല്ലോ, അതൊന്ന് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ പുളി ചേർക്കണില്ല കേട്ടോ. പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിൻ്റെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് മാത്രം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതിന് ശേഷം നമ്മളിതാ കുറച്ച് മല്ലിയിലയാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൊണ്ട് ചേർത്ത് കൊടുത്തൊന്ന് തിളപ്പിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ രസവും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപ്പ് പായസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ്. ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു കുറച്ച് ഗോൾഡൻ നിറാവുന്നത് വരെ നമുക്കിതൊന്ന് പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ പരിപ്പൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മളിതാ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരല്പം നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലൊരു ഉരുളി വെച്ചെടുക്കാം. അതിലേക്ക് പരിപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം 300 ഗ്രാം ശർക്കര, നല്ല മധുരമുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടി ഉരുക്കി ഒഴിക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം നെയ്യൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കാം ആദ്യം തന്നെ. ഇപ്പോൾ നമ്മുടെ പരിപ്പും ശർക്കരയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ 2 നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. 2ാം പാലും 3ാം പാലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കദളിപ്പഴം, അതാണ് കേട്ടോ അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാരയും 3-4 ഏലക്കയും കൂടി പൊടിച്ചതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ തലപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കാം. അതിന് ശേഷം നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്നട്ട് നെയ്യിൽ വറുത്തതാണ് കേട്ടോ, അതുകൂടി ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണസദ്യയിലെ മെയിൻ പരിപ്പ് പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നല്ല വിഭവങ്ങളായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.